നമുക്ക് രസതന്ത്രത്തിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. മൂലകങ്ങളെയും അവ പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് രസതന്ത്രം. രസതന്ത്ര പരീക്ഷണങ്ങളിൽ ഇലക്ട്രോണുകളാണ് വിധേയമാകുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണികയും ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജോൺസ്റ്റോൺ സ്റ്റോണി. ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസ് തുല്യവും ചാർജുകൾ വിപരീതവുമാണ്. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ അംശമാണ് തന്മാത്ര അഥവാ മോളിക്യൂൾസ്. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോ. സൂക്ഷ്മകണികയുടെ എണ്ണത്തിൽ കുറിക്കുന്ന SI യൂണിറ്റാണ് മോൾ. 1 മോൾ എന്നത് 6.023 × 10⁻23 നമ്പേഴ്സ്. ആറ്റം അഥവാ അണു. ഒരു മൂലകത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം എന്ന പദം ആവിഷ്കരിച്ചത് ഓസ്റ്റ്വാൾഡ്. ഒരാറ്റത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റുദർഫോർഡ്. ആറ്റത്തിന് സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചതും റുദർഫോർഡാണ്. ആറ്റത്തിന് സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചത് റുദർഫോർഡ്. ആറ്റങ്ങളുടെ ന്യൂക്ലിയസിനു ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപഥമാണ് ഓർബിറ്റ്. ആറ്റങ്ങളുടെ ന്യൂക്ലിയസിനു ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപഥമാണ് ഓർബിറ്റ്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ ഒരാറ്റത്തിലെ 3 കണങ്ങളാണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് J.J. തോംസൺ. ആറ്റത്തിലെ ചാർജില്ലാത്ത കണമാണ് ന്യൂട്രോണുകൾ. ന്യൂട്രോണുകൾ കണ്ടെത്തിയത് ചാഡ്വിക്. ആറ്റത്തിലെ ന്യൂട്രോണുകൾ കണ്ടെത്തിയത് ചാഡ്വിക്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർഡ്. സൂക്ഷ്മകണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റാണ് മോൾ. 1 മോൾ = 6.023 × 10⁻23 എണ്ണം. സൂക്ഷ്മകണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റാണ് മോൾ. ഇലക്ട്രോണിൻ്റെ തരംഗ സ്വഭാവത്തെ കണ്ടെത്തിയത് ലൂയി ഡി ബ്രോളി. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാർ എന്ന് പറയുന്നത്. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെയാണ് ഐസോട്ടോൺ എന്ന് പറയുന്നത്. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെയാണ് ഐസോട്ടോൺ എന്ന് പറയുന്നത്. അണുവിഘടനം കണ്ടുപിടിച്ചത് ഓട്ടോ ഹാൻ ആണ്. അണുവിഭജനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ ആണ് ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ. നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോണിന്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ. നെഗറ്റീവ് ചാർജ്.
പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, പോസിറ്റീവ് ചാർജാണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, പോസിറ്റീവ് ചാർജാണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്, ചാർജില്ല. ന്യൂട്രോൺ ആണ് ചാർജ് ഇല്ലാത്തത്. ജെയിംസ് ചാഡ്വിക് ആണ് കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്, ചാർജ് ഇല്ല. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ്. ബഹു അനുപാത നിയമം അഥവാ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ. ബഹു അനുപാത നിയമം അഥവാ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ. ഭാഗിക മർദ്ദ നിയമം അഥവാ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ. ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എഴുതിയത് ജോൺ ഡാൾട്ടൺ. ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എഴുതിയത് ജോൺ ഡാൾട്ടൺ. ഒരു മൂലകത്തിൻ്റെ അടിസ്ഥാനപരമായ കണികയാണ് ആറ്റം. ആറ്റം എന്ന പദത്തിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ: 1. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ്. 2. ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. 3. ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. 4. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 5. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ യോജിച്ച് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. ആറ്റത്തിന് ചാർജില്ല. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് പ്ലാസ്മാവസ്ഥയിലാണ്. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് പ്ലാസ്മാവസ്ഥയിലാണ്. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് സാങ്കല്പിക രൂപം ആദ്യമായി തയ്യാറാക്കിയത് ജെ തോംസൺ ആണ്. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് സാങ്കല്പിക രൂപം ആദ്യമായി തയ്യാറാക്കിയത് ജെ തോംസൺ. ജെ തോംസൻ്റെ ആറ്റം മോഡൽ 3 രീതിയിൽ അറിയപ്പെടുന്നു. 1. പ്ലം പുഡിംഗ് മോഡൽ. 2. വാട്ടർമെലൺ മോഡൽ. 3. റൈസിൻ പുഡിംഗ് മോഡൽ. 1. പ്ലം പുഡിംഗ് മോഡൽ. 2. വാട്ടർമെലൺ മോഡൽ. 3. റൈസിൻ പുഡിംഗ് മോഡൽ. ആറ്റത്തിൻ്റെ സ്ഥിരത വിശദമാക്കാൻ റുദർഫോർഡിന് പറ്റിയിരുന്നില്ല. റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ പരിമിതികൾ പരിഷ്കരിച്ചുകൊണ്ട് തയ്യാറാക്കിയ മോഡലാണ് ബോർ മോഡൽ. ആറ്റത്തിൻ്റെ ബോർ മോഡൽ തയ്യാറാക്കിയത് നീൽസ് ബോർ. ബോർ മോഡലിലെ പ്രധാന ഘടകങ്ങൾ: ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലിലൂടെ അഥവാ ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലിലൂടെ അഥവാ ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത്. ഈ ഓർബിറ്റുകളെ കെ, എൽ, എം, എൻ എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്. ഓരോ ഓർബിറ്റിലുമുള്ള ഇലക്ട്രോണുകളുടെ ഊർജം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഷെല്ലുകളെ ഊർജനിലകൾ എന്ന് വിളിക്കുന്നു. ഷെല്ലുകളെ ഊർജനിലകൾ എന്ന് വിളിക്കുന്നു. ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോൺ അകലും തോറും ഊർജം കൂടുതലായിരിക്കും. അറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഇസഡ് എന്ന ലെറ്ററിലൂടെയാണ്. മാസ് നമ്പർ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എ എന്ന ലെറ്ററിലൂടെയാണ്. സാധാരണയായി മൂലകത്തിൻ്റെ മുകൾ ഭാഗത്താണ് മാസ് നമ്പർ എഴുതുന്നത്. താഴ്ഭാഗത്താണ് അറ്റോമിക് നമ്പർ എഴുതുന്നത്. ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ചത് കണാദ മുനിയാണ്. ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ചത് കണാദ മുനി. പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പ്രസ്താവിച്ചത്
കണാദമുനി. 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ഗോൾഡ്സ്റ്റെയിൻ. പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഓർബിറ്റിലാണ്. ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഓർബിറ്റിലാണ്. ഷെല്ലുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് K, L, M, N എന്നിങ്ങനെയാണ്. ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നതിനെ ന്യൂക്ലിയോൺ എന്ന് പറയുന്നു. ആറ്റത്തിൻ്റെ വലിപ്പം ന്യൂക്ലിയസിൻ്റെ വലിപ്പത്തിനേക്കാൾ 10⁵ മടങ്ങ് വലുതായിരിക്കും. ആറ്റത്തിൻ്റെ വലിപ്പം ന്യൂക്ലിയസിൻ്റെ വലിപ്പത്തിനേക്കാൾ 10⁵ മടങ്ങ് വലുതായിരിക്കും. പ്രോട്ടോണിൻ്റെ മാസ് = 1.6726 × 10⁻⁻27 കിലോഗ്രാം. ന്യൂട്രോണിൻ്റെ മാസ് 1.6749 × 10⁻⁻27 കിലോഗ്രാം. ഇലക്ട്രോണിൻ്റെ മാസ് 9.109 × 10⁻31 കിലോഗ്രാം. ഏറ്റവും കുറവ് മാസ് ഇലക്ട്രോണിനാണ്. ഏറ്റവും കുറവ് മാസ് ഇലക്ട്രോണിനാണ്. ഏറ്റവും കൂടുതൽ മാസ് ന്യൂട്രോണിനാണ്. ഏറ്റവും കൂടുതൽ മാസ് ന്യൂട്രോണിനാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് 1.602 × 10⁻⁹ കൂളോം. ഇലക്ട്രോണിൻ്റെ ചാർജ് 1.60 × 10⁻⁹ കൂളോം. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൻ. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത്. ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അഥവാ ഫിംഗർ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അഥവാ ഫിംഗർ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ എപ്പോഴും പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ എപ്പോഴും പ്രോട്ടോണുകളുടെ എണ്ണമായിരിക്കും. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ അവയെ ഏകാറ്റോമിക തന്മാത്ര എന്ന് പറയുന്നു. ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ അവയെ ഏകാറ്റോമിക തന്മാത്ര എന്ന് പറയുന്നു. ഉദാഹരണം: ലോഹങ്ങൾ, ഉത്കൃഷ്ടമൂലകങ്ങൾ. ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ 2 ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവയെ ദ്വയാറ്റോമിക തന്മാത്ര എന്ന് പറയുന്നു. ഉദാഹരണം: H2, N2, O2, Cl2. ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ 2 ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവയെ ദ്വയാറ്റോമിക തന്മാത്ര എന്ന് പറയുന്നു. ഉദാഹരണം: H2, N2, O2, Cl2. ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ 2ൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവയെ ബഹു ആറ്റോമിക തന്മാത്ര എന്ന് പറയുന്നു. ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ 2ൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവയെ ബഹു ആറ്റോമിക തന്മാത്ര എന്ന് പറയുന്നു. ഉദാഹരണം: ഫോസ്ഫറസ്, സൾഫർ. ഒരു ഫോസ്ഫറസ് തന്മാത്രയിൽ 4 ആറ്റങ്ങളും ഒരു സൾഫർ തന്മാത്രയിൽ 8 ആറ്റങ്ങളുമുണ്ട്. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ന്യൂട്രോണുകളുടെ എണ്ണം = മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. മാസ് നമ്പർ എന്നത്
പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക നമ്പർ. അടുത്തതായി നോക്കാൻ പോകുന്നത് n-ാം ഷെല്ലിൽ അടങ്ങിയ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 2n⁻². 2n⁻². n എന്ന് പറയുന്നത് ഷെൽ നമ്പറാണ്. n ഷെൽ നമ്പർ. പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഷെല്ലുകളിലാണ്. ഓരോ ഷെല്ലുകൾക്കും പേരുകൾ നൽകിയിട്ടുണ്ട്. K, L, M, N എന്നിങ്ങനെയാണ് പേരുകൾ. K എന്നുള്ളത് ആദ്യത്തെ ഷെല്ലാണ്. L രണ്ടാമത്തേത്, M മൂന്നാമത്തേത്, N നാലാമത്തേത്. കെയിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും എന്നത് കണ്ടുപിടിക്കാൻ 2n⁻². ഇവിടെ n എന്നുള്ളത് 1 കാരണം K ഒന്നാമത്തെ ഷെൽ നമ്പറാണ്. അതുകൊണ്ട് K = n⁻1⁻² = 2. K എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണ് അടങ്ങുക. അടുത്തത് L. L എന്നുള്ളത് രണ്ടാമത്തെ ഷെല്ലാണ്. അതുകൊണ്ട് n = 2. ഇക്വേഷൻ 2n⁻². n എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് 2 × 2⁻²= 8. Lൽ 8 ഇലക്ട്രോണുകളാണ് അടങ്ങുക. അടുത്ത ഷെല്ലാണ് M. M മൂന്നാമത്തെ ഷെല്ലാണ്. അതിനാൽ n = 3. ഇക്വേഷൻ 2n⁻². 2 × 3⁻²= 18. Mൽ 18 ഇലക്ട്രോണുകളാണ് അടങ്ങുന്നത്. അടുത്ത ഷെല്ലാണ് N. ഷെൽ നമ്പർ 4. അതിനാൽ n = 4. ഇക്വേഷൻ 2n⁻². 2 × 4⁻². 32. Nൽ 32 ഇലക്ട്രോണുകളാണ് അടങ്ങുന്നത്. സബ് ഷെല്ലുകൾ. കെയുടെ സബ് ഷെല്ല് S. എല്ലിൻ്റെ സബ് ഷെൽ SP. എമ്മിൻ്റെ സബ് ഷെൽ SPD. എന്നിൻ്റെ സബ് ഷെൽ SPDF. S എന്ന സബ് ഷെല്ലിൽ പരമാവധി ഉൾപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2. P എന്ന സബ് ഷെല്ലിൽ പരമാവധി ഉൾപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 6. D എന്ന സബ് ഷെല്ലിൽ പരമാവധി ഉൾപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10. F എന്ന സബ് ഷെല്ലിൽ പരമാവധി ഉൾപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 14.